അഹമ്മദാബാദിൽ തകർന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും DVRും കണ്ടെത്തി. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് AAIB ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത്. മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളോടൊപ്പം NIA സംഘം ദുരന്തസ്ഥലം സന്ദർശിച്ചു. അതേസമയം എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 വിമാനങ്ങളിൽ അടിയന്തര സുരക്ഷാ പരിശോധനയ്ക്ക് DGCA ഉത്തരവിട്ടു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഇന്നലെ ഈ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയതായി വ്യാപകമായി വാർത്ത വന്നിരുന്നു. അത് എയർ ഇന്ത്യ ഇന്ന് ഉച്ചയോടെ നിഷേധിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഒടുവിൽ ബ്ലാക്ക് ബോക്സ് കിട്ടിയിരിക്കുകയാണ്. നേരത്തെ തന്നെ DVRും കിട്ടിയിരുന്നു NIA സംഘത്തിന്. വിവരങ്ങൾ നീലിമ, ഈ ദുരന്തത്തിന്റെ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നത് ഈ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറും അതോടൊപ്പം തന്നെ ബ്ലാക്ക് ബോക്സുമാണ്. ഈ ബ്ലാക്ക് ബോക്സ് കിട്ടിയത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഇന്നലെ രാത്രി മുതൽ തന്നെ പ്രചരിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഈ അന്വേഷണ സംഘമോ അതല്ലെങ്കിൽ വ്യോമയാന മന്ത്രാലയമോ എയർ ഇന്ത്യയോ ഒന്നും തന്നെ നൽകിയിരുന്നില്ല. എന്നാൽ ഈ നിമിഷത്തിൽ ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇവരാണ് പ്രധാനപ്പെട്ട അന്വേഷണം ഈ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ AAIB ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ വിമാനം പതിച്ച ഹോട്ടൽ കെട്ടിടത്തിന്റെ റൂഫിൽ നിന്ന് ബ്ലാക്ക് ബോക്സ് എന്ന കാര്യം കൂടിയമായി തന്നെ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. നമുക്കറിയാം, വിമാനങ്ങളുടെ അന്വേഷണങ്ങളിൽ ഏറ്റവും ബോക്സുകൾ കണ്ടെത്തണം. ഇതിന്റെ തകരാർ എന്തുകൊണ്ട് മുൻപ് പല വിമാന ദുരന്തങ്ങൾ നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തുമായി നടന്നിട്ടുള്ള ദുരന്തങ്ങളിലൊക്കെ അന്വേഷണ ഏജൻസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിക്കുന്നത് ബ്ലാക്ക് ബോക്സിൽ നിന്ന് തന്നെയാണ്. എന്തായാലും അത് ലഭിച്ചു എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഒപ്പം മറ്റ് സർക്കാർ വൃത്തങ്ങളുടെ ഭാഗത്ത് നിന്നും ഇത് ആദ്യമായി ഉണ്ടായിരിക്കുന്നു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഉദ്യോഗസ്ഥർ നടത്തിയ തെരച്ചിലാണ് ഇത് ലഭ്യമായിരിക്കുന്നത്. ഇവരെ അസിസ്റ്റ് ചെയ്യുന്നതിനായി ഗുജറാത്ത് സർക്കാരിന്റെ 40ഓളം ഉദ്യോഗസ്ഥരുമുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ എന്ന മറ്റൊരു സുപ്രധാനമായ തെളിവ് കൂടി ഇന്നിപ്പോൾ അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറാണ് ഈ വിമാനത്തിലെ അവസാന നിമിഷത്തിലുള്ള വീഡിയോകളും അതോടൊപ്പം തന്നെ പൈലറ്റിന്റെയും കോ പൈലറ്റിന്റെയും സംഭാഷണങ്ങൾ ഉൾപ്പെടെ റെക്കോർഡ് ചെയ്തത്. അതുകൂടി ലഭ്യമായ സാഹചര്യത്തിൽ അന്വേഷണ സംഘങ്ങൾക്കത് കൂടുതൽ വേഗത്തിൽ എന്താണ് ഈ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ലഭ്യമാകുമെന്നുള്ളതാണ്. ഏതായാലും ഉച്ചയോടുകൂടി ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ കിട്ടിയെന്ന് ഗുജറാത്ത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് വ്യക്തമാക്കിയത്. ഗുജറാത്ത് ATSന്റെ ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്ത് പരിശോധന നടത്തുന്ന ഘട്ടത്തിലാണ് DVR കണ്ടെത്തിയത്. അതിനുശേഷം പിന്നീട് വൈകുന്നേരത്തോടു കൂടി ഈ വിമാനത്തിന്റെ ഏറ്റവും സുപ്രധാനമാകുന്ന ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയെന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇപ്പോൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും നൽകുകയാണ്. നീലിമ, ഗൗതം, ഈ ബ്ലാക്ക് ബോക്സിന് ഒരു തരത്തിലുള്ള ഡാമേജും പറ്റിയിട്ടില്ലെങ്കിൽ ഇതിന്റെ പരിശോധന രാജ്യത്ത് തന്നെ നടത്താൻ പറ്റുന്നതാണ്. ഇതിന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് വിദേശത്തേക്ക് കൊണ്ടുപോയി പരിശോധിക്കേണ്ടതുള്ളൂ എന്നതാണ് വിമാന കമ്പനി അടക്കം നൽകുന്ന നിർദ്ദേശങ്ങൾ. ഇതനുസരിച്ച് ഈ ബ്ലാക്ക് ബോക്സിന് ഏതെങ്കിലും വിധത്തിലുള്ള കേടുപാടുകൾ പറ്റിയിട്ടുണ്ടോ എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ടോ ഈ ഘട്ടത്തിൽ? അഹമ്മദാബാദിൽ തകർന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും DVRും കണ്ടെത്തിയിട്ടുണ്ട്. ഗൗതം, ഈ ബ്ലാക്ക് ബോക്സിന് ഏതെങ്കിലും വിധത്തിൽ ഒരു കേടുപാട് പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് വിദേശത്തേക്ക് അയക്കേണ്ടതുള്ളൂ. ബോയിങ് കമ്പനി വിദേശത്തേക്ക് കൊണ്ടുപോയി അത് പരിശോധന നടത്തേണ്ടതുള്ളൂ. ഡാമേജ് പറ്റിയിട്ടില്ല എങ്കിൽ രാജ്യത്ത് തന്നെ വച്ച് ഇതിൻ്റെ ഡാറ്റ പരിശോധിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതേതെങ്കിലും വിധത്തിൽ ഡാമേജ്ഡ് ആയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളുണ്ടോ നമ്മുടെ മുന്നിൽ ഈ സമയത്ത്? നീലിമ, ഈ ബ്ലാക്ക് ബോക്സ് കിട്ടി എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം തന്നെ കുറച്ച് മുൻപാണ് വരുന്നത്. അത്തരമൊരു ഡാമേജ് ഈ ബ്ലാക്ക് ബോക്സിന് ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണമൊന്നും ഇപ്പോൾ ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ്
അല്ലെങ്കിൽ DGCAയോ എയർ ഇന്ത്യയോ ഒന്നും തന്നെ നൽകുന്നില്ല. ഡാമേജ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് വിദേശത്തേക്കും മറ്റും അയക്കേണ്ട ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നില്ല. മറിച്ച് നമ്മുടെ രാജ്യത്ത് തന്നെ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അതിലൂടെ ശേഖരിക്കുവാൻ നമുക്ക് സാധിക്കും. നിലവിൽ ഈ ബ്ലാക്ക് ബോക്സിന് ഏതെങ്കിലും രീതിയിലുള്ള തകരാറുകൾ ഉണ്ടായി അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നില്ല. ഒപ്പം ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ കൂടി ഈ ഗുജറാത്ത് ATSന് ലഭ്യമായതും ഈ അന്വേഷണത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്നുണ്ട്. അതേസമയം ഈ അഹമ്മദാബാദിൽ നിലവിൽ ഈ മരണപ്പെട്ടവരുടെ DNA പരിശോധന സംബന്ധിച്ചുള്ള അതുകൂടി ഇപ്പോൾ ഈ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വിമാനത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായി തന്നെ കത്തി നശിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമായതിനാൽ DNA പരിശോധന വേണം എന്നത് ഇന്നലെ വൈകിട്ട് തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ മരണപ്പെട്ടവരുടെ മുഴുവൻ ബന്ധുക്കളോടും DNA സാമ്പിളുകൾ അയക്കണം എന്നത് സംബന്ധിച്ചുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ ഇപ്പോൾ അഹമ്മദാബാദിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അഹമ്മദാബാദ് വിമാനത്താവളത്തിന് തൊട്ടടുത്ത് തന്നെ വളരെ വിശാലമായ ഒരു ഹെൽപ്പ് ഡെസ്ക് ഇന്നലെ വൈകിട്ട് ആരംഭിച്ചിരുന്നു. ആ ഹെൽപ്പ് ഡെസ്കിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും അല്ലെങ്കിൽ ഈ DNA പരിശോധനയ്ക്ക് പോകേണ്ട സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഹെൽപ്പ് ഡെസ്ക് മുഖേന ചെയ്യുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ കൂടി വളരെ വേഗത്തിൽ തന്നെ നടക്കുകയാണ്. നിലവിൽ സാമ്പിളുകൾ പരിശോധിച്ച് തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ തന്നെ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് അവരവരുടെ ബന്ധുക്കൾക്ക് നാളെ വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും ഒരു ഭാഗത്ത് വളരെ ഊർജിതമായി നടക്കുകയാണ്. ശരി, ഗൗതമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിരിക്കുകയാണ്. DVRും ലഭ്യമായിട്ടുണ്ട്. ഈ അപകടത്തിന്റെ സൂചനകളിലേക്ക് വെളിച്ചം വീശുന്നതാകും ഈ ബ്ലാക്ക് ബോക്സിലെയും അതുപോലെ DVRലെയും ഡാറ്റകൾ നൽകുന്ന സൂചനകൾ. ഗൗതമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.